ഹലോ ഗൈസ്, അപ്പോൾ ഇത് ഞങ്ങളെ വാടക വീട്ടിലെ ഒരു ദിവസത്തെ രാത്രിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്നലെ സ്കൂളിൽ പരിപാടി ആർട്സ് ഡേ കഴിഞ്ഞ് ഞങ്ങളിവിടെ എത്തിയപ്പോൾ രാത്രി 2 മണിയായിരുന്നു കേട്ടോ. എന്താ പറയുക, ഫെയർവെൽ ഡേ. അപ്പോൾ ടീച്ചർമാരെ ഡാൻസും ഒപ്പനയും നല്ല അടിപൊളി പെർഫോമൻസൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ എത്തിയപ്പം ടൈം കുറേ വൈകിയോണ്ട് ഇന്ന് രാവിലെ ഞങ്ങൾ ഒരുപാട് ഉറങ്ങുകയും ചെയ്ത്. പിന്നെ എനിക്ക് ആ DJൻ്റെ മുട്ടും പാട്ടൊക്കെ കേട്ടിട്ട് ഭയങ്കര തലവേദനയായി. അപ്പം അങ്ങനെ ഇന്ന് പകലും ഫുള്ള് ഒരു മൂഡ് ഓഫ് അല്ല, ഒരു സുഖമില്ല. കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ തലവേദനയൊക്കെ മാറി, ചെവി അടഞ്ഞതൊക്കെ ഏകദേശം ഒന്ന് തുറന്ന്. അത് കഴിഞ്ഞ് ഞാൻ നിജുവിനെ നഴ്സറിയിൽ ചേർത്താൻ വേണ്ടി പോയി കേട്ടോ. അതും കഴിഞ്ഞ് ഇവിടെ എത്തി. അപ്പം ഞാൻ മീൻ കഴുകി വെച്ച് പോയത് എന്നിട്ട് വന്നപ്പോൾ തന്നെ ഇക്കതാ മസാലയൊക്കെ കൂട്ടി പൊരിക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചതാ. ഒരു ഭാഗം മറിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ചോറ് ഞാൻ റൈസ് കുക്കർക്ക് വെച്ച് പോയതിന് ഇത് ഒന്നും ചെയ്തിട്ടില്ല. നോക്കട്ടെ, വെന്തുക്കണോ തുറന്ന് നോക്കട്ടെ കേട്ടോ. അതേ വേവാൻ നല്ല സൂപ്പറായി വെന്തുക്കണം. ഊറ്റിയെടുക്കട്ടെ. ഇന്ന് ഉച്ചക്ക് വെച്ച ചോറ് കുറച്ച് ഉള്ളൂ കേട്ടോ. അപ്പം ഇനി ഇതിനൊരു പ്ലേറ്റിൽ ഇട്ടിട്ട് ഇതിക്ക് അങ്ങോട്ട് തട്ടി കൊടുക്കണം ചോറ്. അപ്പോൾ ഇങ്ങനെ ഒരു പാത്രം വെച്ച് അതിന് ഓട്ടപാത്രം വെച്ചിട്ട് നേരെ ഇറുക്കി ഊറ്റുക. അപ്പോൾ ഞാൻ മറ്റേ സാധനം ഉണ്ടല്ലോ നമ്മൾ ഇറുക്കണതുകൊണ്ട് ഇങ്ങനെ നേരെ ഇതിക്കങ്ങോട്ട് ഒറ്റ ഒഴിക്കലാണ് കേട്ടോ. പക്ഷേ ഇറുക്കി എവിടെ നമ്മൾ കാണാമല്ലോ, തിരഞ്ഞു നോക്കിയിട്ട് വേണം. അപ്പോൾ തിരഞ്ഞൊക്കാൻ നേരമില്ല, അതുകൊണ്ട് വേഗം അങ്ങനെ ഒഴിച്ചെടുക്കാണ്. ചോറ് ഇങ്ങനെ ഊറ്റുന്നതുകൊണ്ടുള്ളൊരു ഗുണം എന്ന് വെച്ചാൽ ടൈം ലാഭം. പണ്ടൊക്കെ ഇങ്ങനെ ഓരോമാരിങ്ങനെ കൊട്ടക്കയിലും തൂക്കി ഇങ്ങനെ ഇളക്കി ഇതിക്കിട്ട് പിന്നെ ഇങ്ങനെ എടുത്ത് ഇളക്കി ഇതിക്കിട്ട്. അപ്പം അതിൻ്റെ ആവശ്യമില്ല. അത് ഇറുക്കിയില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് കറക്റ്റ് കാണിച്ചു കഴിഞ്ഞാൽ ഒറ്റ എടുക്കലും ഒറ്റ മറിക്കലും ഇങ്ങനെ. അപ്പം എങ്ങനെയുണ്ട്, ഒറ്റയടിക്ക് സംഗതി തീർന്നു. ഇനിയിപ്പോൾ ഈ പരുന്നതൊക്കെ ഒന്ന് നന്നാക്കിയെടുക്കാനുണ്ട്. പിന്നെ ഉച്ചക്കല്ല വൈകുന്നേരം ഉണ്ടാക്കിയ ഒരു താളിപ്പിൻ്റെ വെള്ളമുണ്ട് കേട്ടോ. അപ്പം ഇനി ഇത് കൂട്ടി ഈ മീനും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. എല്ലാവർക്കും പറ്റുമോയെന്ന് അറിയൂല, എന്നിരുന്നാലും നമ്മൾ സാധാരണക്കാരെ വീട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെ ആകും. അതിലൊരു എങ്ങനെയുണ്ടല്ലോ, എന്നിപ്പോൾ നമ്മൾ റിച്ച് ഫുഡൊന്നും കഴിക്കൂലല്ലോ. മീൻ പൊരിച്ചങ്ങോട്ട് കഴിഞ്ഞ അടുപ്പത്തിൽ നല്ല ഇറക്കുമ്പോൾ തന്നെ ഓരോ കഷ്ണം തിന്ന് നോക്കണം കേട്ടോ. അപ്പോൾ ഭയങ്കര ടേസ്റ്റാവും അങ്ങനെ തിന്നുമ്പോൾ. ഞാൻ ചൂട് കുറഞ്ഞ ചോറ് ഇക്കാക്കും വേണ്ടി വിളമ്പിക്കട്ടെ, കാരണം പോകാനുണ്ട് കിട്ടിയവന്. പോരി ഈ